ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ഫെബ്രുവരി മാസഫലം മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്കും മേടലഗ്നക്കാർക്കും എന്തായിരിക്കും ഫെബ്രുവരി മാസഫലം. അപ്പം ആദ്യം നമുക്ക് ഈ മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി ഫെബ്രുവരി മാസത്തിൽ എങ്ങനെയാകും നോക്കാം. ഇപ്പോൾ ജന്മരാശ്യാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ 3-ാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഫെബ്രുവരി 23 വരെ. അതിനുശേഷം ആ 3-ാം ഭാവരാശിയിൽ ചൊവ്വാഗ്രഹം നേർസഞ്ചാരത്തിൽ വരും. സൂര്യനാണെങ്കിൽ ഈ 12-ാം തീയതി രാത്രി 10-ാം ഭാവരാശിയിൽ നിന്നും 11-ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. ബുധൻ ഫെബ്രുവരി 11-ന് 10-ാം ഭാവരാശിയിൽ നിന്ന് 11-ലേക്ക് രാശി മാറുന്നു. വേഴഗ്രഹമാണെങ്കിൽ 2-ാം ഭാവരാശിയിൽ ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. ഫെബ്രുവരി 4 മുതൽ ആ വക്രസഞ്ചാരമൊക്കെ മാറി ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. ശുക്രനാണെങ്കിൽ 12-ല് ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ശനി 11-ല് സ്ഥിതി തുടരുന്നു. രാഹു 12-ലും കേതു 6-ലും സ്ഥിതി തുടരുന്നു. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ മേടക്കുറുകാരുടെ ഫെബ്രുവരി മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മരാശ്യാധിപൻ ചൊവ്വ 3-ല് വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. കുജന് ചേഷ്ടാബലമുള്ള സമയമാണ്. കുജൻ അഷ്ടമഭാവാധിപനും കൂടിയാണ്. ഈ അഷ്ടമഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം 3-ാം ഭാവരാശി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് അഷ്ടമത്തിൻ്റെ അഷ്ടമഭാവമാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്ന സമയമായിരിക്കും. മാരകമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്ന സമയമാണ്. അതേസമയം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. കാരണം 7-ാം ഭാവാധിപതി എന്ന് പറയുന്നത് ഭാവത്തിൻ്റെ 6-ലാണ് ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ പൊതുവെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഉയർച്ച തൊഴിലിൽ പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതി ഗുണാനുഭവം കൂടും. രവി, ബുധൻ ഒക്കെ തന്നെ 10-ല് നിൽക്കുന്ന സമയമാണ് മാസത്തിൻ്റെ ആദ്യ പകുതി. അപ്പോൾ ത്രികോണ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 10-ൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് ഫെബ്രുവരി 12 വരെ 10-ൽ നിൽക്കുന്ന സൂര്യന് ദിഗ്ബലമുണ്ട്. അതൊക്കെ പ്രൊഫഷണൽ ഗ്രോത്തിന് സഹായകമാണ്. രവി ബുധ യോഗം 10-ല് പ്രത്യേകിച്ച് തൊഴിലിടത്ത് കാര്യക്ഷമത ഉണ്ടാകും. പ്രായോഗികമായിട്ടുള്ള സ്കില്ല് കൂടുന്ന സമയമാണ്. മേലധികാരികളുടെയൊക്കെ സഹായം പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ അന്വേഷകർക്കും അനുകൂല സമയമാണ്. ജന്മരാശ്യാധിപൻ ഉച്ചസ്ഥാനത്ത് പ്രത്യേകിച്ച് ഉപജയസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. 24 മുതൽ ജന്മരാശ്യാധിപൻ ഉപജയസ്ഥാനത്ത് നേർസഞ്ചാരത്തിലും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ കഴിവ് തെളിയിക്കാനൊക്കെ ആകും. മാസത്തിൻ്റെ അവസാന പകുതി എന്ന് പറയുമ്പോൾ രവിയും ബുധനും അതുപോലെ ശനിയും ഒക്കെ തന്നെ 11-ല് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നു. അതും തൊഴിൽ നേട്ടത്തിന് സഹായകമാണ്. എങ്കിലും കുജൻ 6-ല് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശനിയും അതുപോലെ തന്നെ സൂര്യനുമായിട്ടുള്ള യോഗമൊക്കെ 11-ലുണ്ട്. അതൊക്കെ ചിലർക്ക് ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ശത്രുക്കളുടെ നീക്കങ്ങളെ പറ്റിയൊക്കെ ഒരു അവബോധമൊക്കെ ഈ സമയത്ത് വേണം. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആ 12-ാം ഭാവരാശിയിൽ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു. രാഹുവും 12 നിൽക്കുന്നു. അത് ആ രാഹുവിൻ്റെയും
അതുപോലെ തന്നെ ആ ശുക്രൻ്റെയൊക്കെ ആ 12 യോഗം എന്ന് പറയുന്നത് വലിയ വിദേശത്തൊക്കെ തൊഴിൽ നേട്ടത്തിന് സാധ്യതയുണ്ട്. ചിലർക്ക് ജീവിത പങ്കാളിക്ക് വിദേശത്ത് തൊഴിലവസരത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിദേശ വിപണനം നടത്തുന്നവർക്ക് 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12 ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നു. അത് വലിയ നേട്ടം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഈ രാഹുവും അതുപോലെ ശുക്രനുമായിട്ടുള്ള യോഗം അത് വിദേശത്ത് വിപണനം വിപുലമാക്കാൻ സഹായകമാണ്. അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും അനുകൂല സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. എങ്കിലും നമ്മൾ സഡനായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കണം. പ്രത്യേകിച്ച് രാഹുവും ശുക്രനുമായിട്ടുള്ള യോഗം. അതുപോലെ ആഭ്യന്തര ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടം ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ ഉച്ചസ്ഥിതിയിലാണെങ്കിലും വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്, ഭാവത്തിൻ്റെ 6ലാണ് നിൽക്കുന്നത്. അതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ചിലർക്ക് ബിസിനസ്സിലൊക്കെ ചിലവ് അധികരിക്കുന്ന ഒരു സമയം കൂടെ കാണുന്നു. നഷ്ടസാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ നമ്മൾ കഴിയണതും ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ, ഒരു കരുതൽ വേണം. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമാണ്. രവിയും ബുധനും ഒക്കെ യോഗം ചെയ്യുന്നുണ്ട്. അത് 10ഉം 11ഉം ഭാവരാശികളിൽ. ജന്മരാശ്യാധിപൻ ഉഭയസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇവയൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവ്, അവരുടെ ബുദ്ധിശക്തി ഒക്കെ കൂടുന്നതിന് സഹായകമാണ്. അതുപോലെ പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയമൊക്കെ കരസ്ഥമാക്കാനൊക്കെ ഗ്രഹസ്ഥിതി സഹായിക്കുന്നു. അതുപോലെ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ അവസാന പകുതിയൊക്കെ വരുമ്പോൾ ഈ 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ, അതുപോലെ സൂര്യൻ 5ൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നു. ബുധൻ്റെ ദൃഷ്ടിയും 5ൽ വരുന്നുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിലൊക്കെ പഠനം നടത്തുന്നവർക്ക് പൊതുവെ അവരുടെ ഗ്രാഹ്യശേഷിയൊക്കെ കൂടുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ആ ഗ്രഹസ്ഥിതി സഹായകമാണ്. ഇനി ധനപരമായിട്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെ നോക്കാം? ധനസ്ഥിതി നോക്കുമ്പോൾ 2 നിൽക്കുന്ന ഗുരു, ആ ഗുരു ആണെങ്കിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 4 മുതൽ ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു ധനസ്ഥാനത്ത് നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ 12 ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട്. ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗമുള്ള സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ 11ാം ഭാവാധിപൻ ശനി 11ൽ തന്നെ ബലവാനായിട്ട് നിൽക്കുന്നു. ഇവയൊക്കെ സാമ്പത്തികമായിട്ട് സ്ഥിതി മെച്ചപ്പെടുത്താൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ധനാഗമമൊക്കെ കൂടുന്നതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. മാസത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള 6ാം ഭാവാധിപൻ ബുധൻ പ്രത്യേകിച്ച് 6ലേക്കൊക്കെ ദൃഷ്ടി വരുന്നു. മാസത്തിൻ്റെ അവസാനമൊക്കെ വരുമ്പോൾ അത് ഈ കടബാധ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കടം വീടുന്നതിനുള്ള, ആ കടം തിരിച്ചടയ്ക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ അവർക്ക് അവസാനത്തെ ആ സമയമൊക്കെ കണ്ടെത്താനാകും. അതേസമയം ശുക്രൻ്റെ ഈ 12 ഉച്ചസ്ഥിതി എന്ന് പറയുമ്പോൾ സുഖച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്, യാത്രാ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്, ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതിനും അതുവഴിയൊക്കെ ചിലവ് കൂടുന്നതിന് സാധ്യതയുണ്ട്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അത് സുഖച്ചെലവാകാനാണ് സാധ്യത. ഇനി നമുക്ക് അവരുടെ വിവാഹം, അതുപോലെ ദാമ്പത്യബന്ധം, കുടുംബജീവിതമൊക്കെ എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ എന്ന് പറയുന്നത് ഉച്ചനായിട്ട് നിൽക്കുകയാണ്. 12ലാണ് ഉച്ചനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് 7ാം ഭാവത്തിൻ്റെ 6ലാണ് ആ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകാം. ശുക്രൻ്റെ ഉച്ചസ്ഥിതി കൊണ്ട് വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകാം. എങ്കിലും അതിലല്പം കെയറൊക്കെ നമുക്ക് വേണം. കഴിവതും സഡനായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കണം. കാരണം ആ ശുക്രന് രാഹുവുമായിട്ടൊക്കെ ഒരു യോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലും ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ ഈ 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ
12 മുതൽ 11 വരുന്നുണ്ട്. ആ സൂര്യൻ 5 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ പ്രണയചിന്തകളൊക്കെ ഉണ്ടാക്കാം. എങ്കിലും ശനിയും അവിടെ 5 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ശനിയും അതുപോലെ സൂര്യനുമായിട്ടുള്ള യോഗം, അതുപോലെ രാഹുവും ശുക്രനുമായിട്ടുള്ളയൊക്കെ യോഗം ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് പ്രണയബന്ധം വരും എങ്കിലും, അല്ലെങ്കിൽ കമിതാക്കൾക്കിടയിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന്, അതായത് കണ്ട മാത്രമേ തന്നെ പ്രണയത്തിൽ വീഴുന്നതിനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെയൊക്കെ വേണം. അതായത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിൽ നമ്മൾ ഒരു കെയർ വേണം. അതുപോലെ തന്നെ ഈ ദാമ്പത്യ ബന്ധത്തിലും ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കരുതൽ വേണം. അതൊക്കെ ചിലപ്പോൾ മാരിറ്റൽ റിലേഷൻഷിപ്പിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്ന് ശ്രദ്ധ വേണം. അതേസമയം ദമ്പതിമാർക്ക് അവർക്ക് ദൂരയാത്രകൾക്ക്, അതുപോലെ ഷോപ്പിങ്ങിന്, ദമ്പതിമാർ ഒന്നിച്ചുള്ള യാത്രകൾക്കും ഷോപ്പിങ്ങിനും പിക്നിക്കിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതൊക്കെ സുഖച്ചെലവും സുഖയാത്രകളും ഒക്കെ ഉണ്ടാകും. അതും ഈ ശുക്രനും രാഹുവുമായിട്ടുള്ള യോഗമൊക്കെ ആ 12 വഴി സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷകരമായിരിക്കും. ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ചിലപ്പോൾ ഈ വീട് വയ്ക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യമാണ്. വീട് വാങ്ങാൻ, അതുപോലെ വീട് മോടി പിടിപ്പിക്കുന്നതിനും വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുവഴിയൊക്കെ സുഖച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ലക്ഷറി ഐറ്റംസൊക്കെ വാങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ധനവരവ് ഉണ്ടാകുന്നതിനനുസരിച്ച് തന്നെ ധനച്ചെലവും ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് ഈ ഫെബ്രുവരി മാസത്തെ കാണാം. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ചില ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഫെബ്രുവരി 2, 3, അതുപോലെ 15, 16, 17, 20, 21, 22 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ പൊതുവെ അവർ അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ കുറുകാർ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും തുടക്കം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതും കഴിവതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞത് ഒരു പൊതുഫലമാണ്, പ്രത്യേകിച്ച് മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സംശയം വരാം, മേടക്കൂറിൽ വരുന്നവരെല്ലാവരും മേടലഗ്നക്കാരാണോ എന്ന് ചോദിച്ചാൽ അല്ല. മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മേടലഗ്നം വരാം, മിക്ക ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരാം. ഇപ്പോൾ മേടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ഫലം ഏറെക്കുറെ സെയിം ആയിരിക്കും. അതേസമയം മേടക്കൂറിൽ പെടുന്ന വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നവർക്ക് അവർ അവരുടെ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഈ ലഗ്നഫലത്തിന് ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.